ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച OTT റിലീസിന് ഒരുങ്ങുന്ന ചിത്രങ്ങളും മറ്റു ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ന്യൂ കമറായിട്ടുള്ള നീതു കൃഷ്ണ നായികയായി വരുന്നു. നിലവിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ നിഷാന്ത് സാഗർ, ഷറാഫുദ്ദീൻ, ആൻ അഗസ്റ്റിൻ, ഹരിശ്രീ അശോകൻ, മണിയമ്പിള്ള രാജു എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ വരുന്നത്. അടുത്തതായി മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന ചിത്രത്തിന്റെ ടീസർ ഈ വരുന്ന ഒക്ടോബർ ആദ്യ ആഴ്ച റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ സോഴ്സ് വഴി അറിയാനായി സാധിക്കുന്നത്. അടുത്തതായി നെറ്റ്ഫ്ലിക്സിന്റെ ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ 3ാമത്തെ സീസൺ ഈ വരുന്ന സെപ്റ്റംബർ 25-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3യുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം 2026 മാർച്ച് മാസം 19-ാം തീയതി തിയേറ്റർ റിലീസിനായെത്തുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഈ മാസം ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വൈകാതെ പുറത്തുവിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ടൊവിനോ തോമസിന്റെ ARM ചിത്രത്തിലെ മണിയൻ എന്ന ക്യാരക്ടറിന് സ്പിൻ ഓഫ് ചിത്രം വരുന്നു. ARM ചിത്രത്തിന്റെ 1ാം വാർഷികത്തിന്റെ അന്നാണ് സംവിധായകനായിട്ടുള്ള ജിതിൻ ലാൽ ചിത്രത്തിന്റെ സ്പിൻ ഓഫ് വരുന്ന കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്കെതിരെ മറ്റൊരു കേസ് വരുന്നു. നയൻതാര, രജനികാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ചന്ദ്രമുഖി ചിത്രത്തിലെ ഫൂട്ടേജ് യൂസ് ചെയ്തതിനെതിരെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള AP ഇന്റർനാഷണൽ 5 കോടിയുടെ കോമ്പൻസേഷനും കൂടാതെ ആ ഡോക്യുമെന്ററിയിൽ നിന്നും ആ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ലിപ്പും റിമൂവ് ചെയ്യണം എന്ന ഡിമാൻഡ് കൂടി കാണിച്ചുകൊണ്ട് നയൻതാരയ്ക്ക് ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ലാലേട്ടനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ എന്ന ചിത്രത്തിന്റെ ടീസർ ഈ വരുന്ന സെപ്റ്റംബർ 18-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി വ്യക്തമാക്കി. ഇത്തവണത്തെ ഓണം വിന്നറായിട്ടുള്ള ലോക ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. ചിത്രം റിലീസിനെത്തി 19 ദിവസത്തിനകം 251 കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. ഇതേ റൺ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ ഈ ആഴ്ച അവസാനത്തോടെ എമ്പുരാന്റെ റെക്കോർഡെല്ലാം ലോക ബ്രേക്ക് ചെയ്യുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ദ ബഡ്ഡാസ് ഓഫ് ബോളിവുഡ് എന്ന സീരീസിന്റെ ആദ്യ സീസൺ ഈ വരുന്ന സെപ്റ്റംബർ 18-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലത്തെ സിനിമ ന്യൂസിനും OTT അപ്ഡേറ്റുകൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.